+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം, നമുക്ക് സീക്വൻഷ്യൽ ഫ്ലോ എക്സിക്യൂഷൻ പ്രോഗ്രാമിൻ്റെ സീക്വൻഷ്യൽ ഫ്ലോനെ ചേഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ് ഓക്കർ ചെയ്യുമ്പോൾ അതിനൊരു ഫ്ലോനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഈ സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഫ്ലോനെ ചേഞ്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇഫ്, അതുപോലെ തന്നെ സ്വിച്ച്. ഇഫ് എടുക്കുകയാണെങ്കിൽ ഇഫിനകത്ത് പിന്നെ സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ എന്നുള്ള 3 കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് നോക്കാം. സിമ്പിൾ ഇഫ് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കും. ഇഫ് പാരാൻതസിസിനകത്ത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ നമ്മൾ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് തൊട്ട് താഴെ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇനി അതിന് അടുത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ തൊട്ട് താഴെ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 ഉള്ളത് വർക്ക് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഇഫ് കഴിഞ്ഞിട്ട് താഴെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇത്. ഇഫ് സം കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ആ ഇഫിൻ്റെ അകത്തോട്ട് കയറില്ല, നേരെ പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് സിമ്പിൾ ഇഫ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇഫ് കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, നമ്മളവിടെ കൊടുത്തിരുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് തൊട്ട് താഴെ എഴുതിയിട്ടുള്ള ആ ബ്രേസസിനകത്ത് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അല്ല, അടുത്ത കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു എൽസ് പാർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഓർക്കാൻ. അപ്പോൾ ട്രൂ ആണെങ്കിൽ ചെയ്യേണ്ടത് ഇഫിന് തൊട്ട് താഴെയുള്ള ബ്ലോക്കിനകത്ത് എഴുതി കൊടുക്കും. ഫോൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എൽസ് എന്ന പോർഷനിലാണ് നമ്മൾ എഴുതുന്നത്. എൽസ് എന്താണോ ആ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിനകത്ത് എഴുതി കൊടുക്കും? എൽസ് പോർഷനകത്ത് എഴുതി കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ ബ്രേസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഒട്ടൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രം ഇഫിനകത്തോ അല്ലെങ്കിൽ എൽസിനകത്തോ ഉള്ളൂ എങ്കിൽ നമ്മൾ ബ്രേസ്, ഓപ്പൺ ബ്രേസും ക്ലോസിംഗ് ബ്രേസിന്റെ ആവശ്യമില്ല. അല്ല, നമുക്ക് 2-3 സ്റ്റേറ്റ്മെന്റ്സ്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഓപ്പൺ ബ്രേസ് ഉണ്ടായിരിക്കണം. ഇഫിന്റെ ആ ഒരു പോർഷൻ കഴിയുമ്പോൾ ക്ലോസിംഗ് ബ്രേസ് ഉണ്ടാവണം. ദെൻ എൽസ് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഓപ്പൺ ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രേസ്, അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ക്ലോസിംഗ് ബ്രേസ് ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ആ ബ്രേസ് ഇട്ടിട്ട് തന്നെ ചെയ്യായിരിക്കും നന്നാവുക. കാരണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്, ആ ബ്രേസസ് കൊടുക്കാതെ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ചെക്ക് ചെയ്യുക. ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ടു ഫൈൻഡ് ദ ബെസ്റ്റ് C സ്കോർ ഫ്രം ദ ഗിവൺ 3 സ്കോർസ്. നമുക്കൊരു 3 മാർക്ക് തന്നിട്ടുണ്ട്. ആ 3 മാർക്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാം നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IOStream. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഷോർട്ട് ഇൻറ്റ് CE1, CE2, CE3, ഫൈനൽ CE. നമ്മളൊരു 3 വേരിയബിൾ മാർക്ക് സേവ് ചെയ്യാനുള്ള 3 വേരിയബിൾ എടുത്തു. അതുപോലെ തന്നെ ഫൈനൽ CE ഏതാണ് ബിഗ് എന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫൈനൽ CE എന്നുള്ള ഒരു വേരിയബിളും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇൻഡായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി Cout എൻ്റർ 3 CE സ്കോർസ്. നമ്മൾ 3 സ്കോർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തു. Cin ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ CE1, ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ CE2, ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ CE3. 3 CE1, CE2, CE3 റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി തന്നെ നമുക്ക് 3 വാല്യൂസും റീഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ 3 നമ്പർ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുക? ആദ്യത്തെ 2 കമ്പയർ ചെയ്ത് നോക്കും. അതിലത്തെ വലുത് വെച്ചിട്ട് നമ്മൾ അടുത്ത 2 കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ 3 നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത്.
അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, CE1ഉം CE2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് അതിലേതാണ് വലുത് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക, ഇഫ് ബ്രാക്കറ്റിൽ CE1 ഗ്രേറ്റർ ദാൻ CE2, CE1 CE2നേക്കാളും ഗ്രേറ്റർ ആണോ നോക്കി. ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് പറഞ്ഞു, ഫൈനൽ CE എന്ന് പറയുന്നത് എന്താണ്, CE1 ആണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തു. ഇനി അല്ല, അതായത് ആ ഇഫിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ അല്ല, അതായത് CE1 ഗ്രേറ്റർ ദാൻ CE2 അല്ല. അതിന്റെ മീനിങ് എന്താണ്, CE1 അല്ല CE2 ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്, എൽസ് പോർഷനിൽ എഴുതി ഫൈനൽ CE ഈക്വൽ ടു CE2. അപ്പോൾ നമ്മൾ CE1ലും CE2ലും വലുത് ഏതാന്നുള്ളത് നമ്മൾ എവിടെ സേവ് ചെയ്ത് വെച്ചു, ഫൈനൽ CEക്കകത്ത് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫൈനൽ CEയും നമ്മുടെ ബാക്കിയുള്ള മൂന്നാമത്തെ മാർക്ക് ഉണ്ടല്ലോ, ആ മൂന്നാമത്തെ മാർക്കും കൂടി കമ്പയർ ചെയ്താൽ മതി. അത് അടുത്ത ഒരു ഇഫിനകത്ത് കൊടുക്കുക, CE3 ഗ്രേറ്റർ ദാൻ ഫൈനൽ CE. അത് ട്രൂ ആണെങ്കിൽ എന്താണ്, ഫൈനൽ CEയിലെ മാർക്ക് CE3 ആക്കി മാറ്റി. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഏതാണ് നമുക്ക് ബിഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, അത് തന്നെയാണ് നമ്മുടെ ബെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ വെച്ചുള്ള പ്രോഗ്രാം കഴിഞ്ഞു. നമുക്ക് എൽസ് പിന്നെ വേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിലേതൊരെണ്ണം വലുതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ CE സ്കോർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫൈനൽ CE എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. അപ്പം ഇങ്ങനെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു ഫോമാണ്, ഇഫിൻ്റെ അടുത്തൊരു ഫോമാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. എൽസ് ഇഫ് ലാഡർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു, ഒരു കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ ഒരു പാർട്ട്, ഫോൾസ് ആണെങ്കിൽ വേറൊരു പാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് നമുക്ക് കുറേ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ അത് എന്നുള്ള അങ്ങനെയുള്ള ചെക്കിങ് പോകുന്നതിനെയാണ് നമ്മൾ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തൊട്ട് താഴെ വർക്ക് ചെയ്തു. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കി, ഇനി അതും അല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിൽ നോക്കി. അങ്ങനെ ഓരോ ഓപ്ഷൻ മാറി മാറി ചെക്ക് ചെയ്യേണ്ടി വരുന്ന കേസുകളിലാണ് നമ്മൾ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും നമ്മൾ കൊടുത്ത കണ്ടീഷൻസ് ഒന്നും ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവസാനം ഒരു എൽസ് എന്നുള്ളൊരു പോർഷൻ ഉണ്ടായിരിക്കും, ആ എൽസ് പോർഷനായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ കൊടുത്ത കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എൽസ് പോർഷനിലുള്ള സംഭവം എന്താണോ അത് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇഫ് അവിടെ എൻഡ് ആവും. അങ്ങനെയാണ് എൽസ് ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്കിലെ ഡേയ്സ്, നമുക്കറിയാം 7 ദിവസങ്ങളാണ് ഒരു വീക്കിലുള്ളത് അല്ലേ. സൺഡേ ടു സാറ്റർഡേ ഉള്ള 7 ദിവസങ്ങളാണ് നമുക്കൊരു വീക്കിലുള്ളത്. അപ്പോൾ 1 എന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൺഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. 2 എന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ 3 എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ, അങ്ങനെ അപ് ടു 7 എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റർഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിനുള്ളൊരു പ്രോഗ്രാമാണ് എൽസ് ഇഫ് ലാഡർ വെച്ച് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് പ്രോഗ്രാം വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഈ ഡേയുടെ നമ്പർ, ഈ 1 2 3 എന്ന് എൻ്റർ ചെയ്യാനുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നമ്മൾ ആദ്യം എടുക്കണം. അത് മാത്രം മതിയല്ലോ വേരിയബിളായിട്ട്, വേറെ ഒന്നും നമുക്ക് അതിനകത്ത് ചെയ്യാൻ, പിന്നെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ആ ഒരു വേരിയബിളായിട്ട് ഞാൻ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ് ഹാഷ് ഇൻക്ലൂഡ് ഐ സ്ട്രീം എഴുതി, യൂസിങ് നെയിം സ്പേസ് std എഴുതി, ഇൻറ്റു മെയിൻ എഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എനിക്ക് വേണ്ട ഒരു വേരിയബിൾ എന്ന് പറയുന്നത് CH എന്ന് പറയുന്ന വേരിയബിൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കാരണം എന്താണ്, ഞാൻ ഡേയുടെ നമ്പർ എടുക്കാൻ വേണ്ടി മാത്രമാണ് CH എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്ത് ടൈപ്പാണ്, ഇൻറ്റ് ആണ്, ഹോൾ നമ്പർ ആണ്, ഇൻറ്റ് ആയിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, എൻ്റർ എ നമ്പർ ടു സെലക്റ്റഡ് ഡേ. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെസ്സേജ് പ്രിന്റ് ചെയ്തു. ഇനി എന്താണ്, ആ നമ്പർ റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, CIN ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ CH സെമിക്കോളൻ ഇട്ട് കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്, 1 ആണെങ്കിൽ ഞാൻ റീഡ് ചെയ്ത നമ്പർ 1 ആണെങ്കിൽ സൺഡേന്ന് പ്രിന്റ് ചെയ്യണം, 2 ആണെങ്കിൽ മൺഡേന്ന് പ്രിന്റ് ചെയ്യണം, 2 അല്ല 3 ആണെങ്കിൽ അടുത്ത നമ്പർ പ്രിന്റ് ചെയ്യണം, അടുത്ത ഡേ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ആ ഫോമാറ്റിൽ നമ്മൾ പ്രോഗ്രാം എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, CH ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഇഫിനകത്ത് ഞാൻ ആദ്യം കൊടുത്തു, ഇഫ് CH ഈക്വൽ ടു 1. CH ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. സി ഔട്ട് എന്താ പ്രിന്റ് ചെയ്തത്, സൺഡേ എന്ന് ഞാൻ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി എൽസ് ഇഫ് CH ഈക്വൽ ടു 2. അപ്പോൾ 1 അല്ല ഞാൻ എൻ്റർ ചെയ്ത് 2 ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് ഇഫ് CH ഈക്വൽ ടു 2 എന്തായി പ്രിന്റ് ചെയ്തു, മൺഡേ എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഇനി അല്ല ഞാൻ 3 ആയിരുന്നെങ്കിലോ, അപ്പോൾ അടുത്ത എൽസ് ഇഫിൽ 3 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ദെൻ ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്തു. ഇനി അല്ല 4 ആയിരുന്നെങ്കിൽ 4 എന്നുള്ള പ്രിന്റ് ചെയ്യാൻ 4 ചെക്ക് ചെയ്തു, വെൻസ്ഡേ എന്ന് പ്രിന്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, CH ഈക്വൽ ടു 7 വരെ. അടുത്ത എൽസ് ഇഫിൽ 4 5 6, ദെൻ CH ഈക്വൽ ടു 7ൽ സി ഔട്ട് സാറ്റർഡേ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ ഒരു നമ്പർ ഞാൻ എൻ്റർ ചെയ്തെന്ന് വിചാരിക്കും, ഒരു 8 എന്നോ 9 എന്നോ 10 എന്നോ എൻ്റർ ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം,
അത് നമുക്ക് വാലിഡ് ആണോ? 7 ഡേയ്സേ നമുക്ക് ഒരു വീക്കിനകത്തുള്ളൂ. 8, 9 എന്നൊക്കെ കൊടുത്തു അത് ഇൻവാലിഡ് ആണ്. അപ്പം ഇതൊന്നും അല്ലാത്ത നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? ഇറ്റ്സ് എൻ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പം അത് എൽസ് പോർഷനിൽ എഴുതി കൊടുത്തു, സി ഔട്ട് ഇൻവാലിഡ് ഇൻപുട്ട്. ദെൻ അവിടെ വെച്ച് ഇഫിൻ്റെത് എൻഡായി, ദെൻ റിട്ടേൺ 0 ചെയ്തു. പ്രോഗ്രാം നമ്മുടെ ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താണ് എൻട്രി ചെയ്തത്? 1 ആണെങ്കിൽ സൺഡേന്ന് പ്രിന്റ് ചെയ്തു. ഇനി അല്ല 6 ആണെങ്കിൽ ആദ്യത്തെ ആ ഒരു 5 എൽസ് ഇഫുകൾ കട്ട് ചെയ്തിട്ട് എങ്ങോട്ട് വന്നു? നമ്മുടെ CH=6 എന്നുള്ള അതിലേക്ക് വന്നു, ഫ്രൈഡേന്ന് പ്രിന്റ് ചെയ്തു. ഇനി അല്ല 9, 10 കൊടുത്തതെന്നുണ്ടെങ്കിൽ എൽസ് പോർഷൻ, ഈ 7 വരെയുള്ള നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ എൽസ് പോർഷനിലുള്ള ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ ഇൻവാലിഡ് ഇൻപുട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കാറ്റഗറിയിൽ വരുന്ന അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ സ്വിച്ച് ഓൺ സം വാല്യൂ ഓർ എക്സ്പ്രഷൻ. നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടെ ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനോ കൊടുക്കും. അതിന്റെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നോക്കണം. അപ്പോൾ സ്വിച്ചിന്റെ കൂടെ വരുന്ന ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനമാണ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ സം വാല്യൂ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കേസ് എന്താണ് നമുക്ക് വാല്യൂ, ആ വാല്യൂസ് ഡിഫറെന്റ് എത്ര വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസ് നമ്മൾ എഴുതി കൊടുത്തു. ഓരോ കേസായിട്ട് കൊടുത്തു. കേസ് 1, ഇപ്പോൾ 1, 2, 3 എന്നുള്ള വാല്യൂസ് ആണെങ്കിൽ കേസ് സ്പേസ് 1, കേസ് സ്പേസ് 2, അങ്ങനെ നമ്മൾ ഓരോ കേസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഈ കേസ് വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കോളൻ ഇട്ട് കൊടുക്കാം. ഫുൾ കോളനാണ്, സെമി കോളൻ അല്ല, ഫുൾ കോളനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണ്, എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസ് 1 അതിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് എഴുതി കൊടുക്കുക. ദെൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ, ബ്രേക്ക് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് എക്സിറ്റ് ആണ്. നമ്മുടെ ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഇമ്മീഡിയറ്റ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഏത് വാല്യൂലാണോ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ആ വാല്യൂ തൊട്ട് താഴത്തോട്ട് എല്ലാതും എക്സിക്യൂട്ട് ആവും. ബ്രേക്ക് കണ്ടില്ലെങ്കിൽ നമുക്ക് ഏതാണോ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്, കേസ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ള കേസ് സ്റ്റേറ്റ്മെന്റ് ഏതാണോ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. താഴെ ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ താഴെയുള്ള എല്ലാ കേസുകളും കയറിയിട്ട് അതൊക്കെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ പ്രിന്റ് ചെയ്യുക, വർക്ക് എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെയ്തു. അതാണ് ബ്രേക്ക് കൊടുത്തില്ലെങ്കിലത്തെ കുഴപ്പം. അപ്പം എല്ലാ കേസിന്റെ എൻഡിൽ എന്ത് വേണം? ബ്രേക്ക് വേണം. ലാസ്റ്റ് ഒരു ഡീഫോൾട്ട് എന്നുള്ള കേസ് ഉണ്ട്. അതായത് ഇതൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഡീഫോൾട്ട് എന്നുകൊണ്ട് കൊടുത്തിട്ടുള്ള കേസ് വർക്ക് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട ഇഫ് കണ്ടീഷൻസ് ഒന്നും ശരിയായില്ലെങ്കിൽ എൽസ് പോർഷൻ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ല, അതുപോലെ ഇതിനകത്ത് ഈ കേസിലൊന്നും സാറ്റിസ്ഫൈ, നമുക്ക് തന്ന വാല്യൂ സ്വിച്ച് ഓൺ സം വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്, ആ വാല്യൂ ഈ പറഞ്ഞ കേസിലൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യും? ഡീഫോൾട്ട് കേസ് വർക്ക് ചെയ്യും. ദെൻ സ്വിച്ച് എൻഡ് ചെയ്യും. അങ്ങനെയാണ് സ്വിച്ചിന്റെ വർക്കിംഗ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നേരത്തെ എഴുതിയ അതേ പ്രോഗ്രാം, ഡേ ഓഫ് ദ വീക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം, ആ പ്രോഗ്രാം നമ്മൾ സ്വിച്ച് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടീഷൻസ് ഓരോന്നായിട്ട് കൊടുത്തു, ദെൻ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഇതിൽ നോക്കുക, ഈ CH റീഡ് ചെയ്യുന്നത് വരെ സെയിം ആണ്. എൻ്റർ എ നമ്പർ ടു സെലക്ട് എ ഡേ, CH റീഡ് ചെയ്യുന്നത് വരെ സെയിം ആണ്. ദെൻ സ്വിച്ച് ഓൺ CHൽ നമ്മൾ സ്വിച്ച് ചെയ്യാണ്. അതിലെന്താ വരുന്നത്? 1, 2, 3, 4, 5, 6, 7 എന്നുള്ള വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ കേസ് 1, കേസ് സ്പേസ് 1 ഫുൾ കോളൻ എന്ത് പ്രിന്റ് ചെയ്തു? സൺഡേ എന്നുള്ളത് പ്രിന്റ് ചെയ്തു, ബ്രേക്ക് കൊടുത്തു. ദെൻ 1 അല്ല 2 ആയിരുന്നെങ്കിൽ നേരത്തെ പോലെ തന്നെ പ്രിന്റ് മൺഡേ, ബ്രേക്ക് കൊടുത്തു. അങ്ങനെ എല്ലാത്തിനും കേസ് 7 വരെ അതുപോലെ തന്നെ കേസ് സ്പേസ് 7 സി ഔട്ട് സാറ്റർഡേ ബ്രേക്ക്. അല്ല ഇനി ഇതൊന്നും അല്ല, ഞാൻ 8, 9 എൻട്രി ആണെങ്കിൽ ഡീഫോൾട്ട് ഫുൾ കോളൻ സി ഔട്ട് ഇൻവാലിഡ് ഇൻപുട്ട് എന്നുള്ളത് കൊടുത്തു. ദെൻ അവിടെ ബ്രേസ് ക്ലോസ് ചെയ്യുകയും വേണം. ഓക്കെ, സ്വിച്ചിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഫ് എൽസ് എൽസിഫ് ലാഡറിനെ സ്വിച്ച് വെച്ച് റീപ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വിച്ചിനെ എൽസിഫ് ലാഡർ വെച്ച് എഴുതാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അത് എളുപ്പമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിൻടാക്സ് കറക്റ്റായിട്ട് അറിയുന്നെങ്കിൽ റീപ്ലേസ് ചെയ്ത് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. എങ്ങനെയുള്ളതാണ്? ഒന്നുകിൽ എൽസിഫ് ലാഡറിൻ്റെ ഒരു കോഡ് തന്നിട്ട് അതിന് സ്വിച്ച് വെച്ച് എഴുതാനോ, അല്ലെങ്കിൽ സ്വിച്ച് വെച്ച് തന്നിട്ട് തിരിച്ച് എൽസിഫ് ലാഡറിലേക്ക് ആക്കാനോ പറഞ്ഞിട്ട് തരാറുണ്ട്. ഇനി ഒരു ഓപ്പറേറ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളൻ എന്നുള്ളതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു ഓപ്പറേറ്റേഴ്സ് പറഞ്ഞപ്പോൾ 3 കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണറി, ബൈനറി, അതുപോലെ തന്നെ ടെർണറി ഓപ്പറേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണറി എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഓപ്പറന്റ് കൂടെ ഉണ്ടായിരിക്കും. ബൈനറി എന്ന് പറയുകയാണെങ്കിൽ ഓപ്പറേറ്ററിന്റെ കൂടെ 2 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. ഇനി ടെർണറി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഓപ്പറേറ്ററിന്റെ കൂടെ 3 ഓപ്പറൻസ് ഉണ്ടായിരിക്കുന്നു. ആ ഒരു കാറ്റഗറിയാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.
ഇതൊരു ടെർണറി ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ ടെർണറി ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. കൺഫ്യൂഷൻ ആവേണ്ട, കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ പറയുന്ന വേറെ പേര് തന്നെയാണ് ടെർണറി ഓപ്പറേറ്റർ. ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളിനാണ് അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇഫ് എൽസ് നമ്മൾ പഠിച്ചില്ലേ, ഇഫ് എൽസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സിൻടാക്സ് നോക്കാം. ഒരു കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ സ്റ്റേറ്റ്മെന്റ്, ഫുൾ കോളൻ, ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, സെമി കോളൻ. നമുക്കൊരു കണ്ടീഷൻ ഇപ്പോൾ ഇഫിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇഫിൽ നമ്മൾ എന്താ ചെയ്യുക, ഇഫ് എൽസിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അപ്പോൾ കണ്ടീഷൻ കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക് അത് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ട്രൂ ആണെങ്കിൽ ആദ്യം എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, ദെൻ ഫുൾ കോളൻ ഇട്ടിരിക്കുകയാണ്. ഞാൻ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഫുൾ കോളൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ എന്തിൻ്റെ വർക്കിംഗ്, കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഇഫ് എൽസിൻ്റെ പ്രോഗ്രാം, ആദ്യം നമ്മൾ ഇഫ് എൽസിൻ്റെ പ്രോഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു 2-3 മാർക്കുകൾ ഏതാണ് ട്രിഗർ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഫസ്റ്റ് പോർഷനാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഇഫ് CE ഗ്രേറ്റർ ദാൻ CE2, അങ്ങനെയാണെങ്കിൽ ഫൈനൽ CE = CE1 കൊടുത്തു, എൽസ് ഫൈനൽ CE = CE2. അതായത് 2 മാർക്ക് കമ്പയർ ചെയ്തു. അതിൽ ആദ്യത്തെ കണ്ടീഷൻ, അതായത് C1 ഗ്രേറ്റർ ആണെങ്കിൽ അതിനെ ഫൈനൽ CE ആയിട്ട് സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ CE2 ആയിട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു കോഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ എന്താ സെറ്റ് ചെയ്യുന്നത്, ഫൈനൽ CE ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ CE = നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, ഇഫ് C1 ഗ്രേറ്റർ ദാൻ CE2. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്, C1 ഗ്രേറ്റർ ദാൻ CE2 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്തു, C1 ഗ്രേറ്റർ ദാൻ CE2 എന്നുള്ള കണ്ടീഷൻ. ഇനി നമ്മുടെ ഓപ്പറേറ്ററിൽ വേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ട്രൂ പാർട്ടാണ് വേണ്ടത്. ആദ്യം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ വേണ്ടത്, ഫൈനൽ CE എന്ന് പറയുന്നത് എന്താക്കി മാറ്റണം, CE1 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, CE1 എഴുതി. ഇനി ഫുൾ കോളൻ ഇട്ട് കൊടുത്തു. ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്തായി മാറണം, CE2 ആയി മാറണം. അപ്പോൾ അവിടെ CE2 എന്ന് കൊടുത്തു, സെമി കോളൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു 1, 2, 3, 4 ഈ 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്നതിന് പകരം ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഉള്ള സിംഗിൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ തരാറുണ്ട്. ഇഫ് എൽസിന്റെ പോർഷൻ തന്നിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിട്ട് എഴുതാനോ, അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ പോർഷൻ തന്നിട്ട് ഇഫ് എൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനോ തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് സ്ട്രക്ചർ എന്നുള്ളത് ആ ഒരു സിൻടാക്സ് പഠിച്ചു വെക്കുക കേട്ടോ. ഫൈനൽ CE ഗ്രേറ്റർ ദാൻ CE2 ചെക്ക് ചെയ്തു, എന്നിട്ട് അതിലേതാണ് ഫൈനൽ രണ്ടെണ്ണത്തിൽ ഏതാണ് വലുതും സെറ്റ് ചെയ്തു, ദെൻ അതുമായിട്ട് CE3 കമ്പയർ ചെയ്തു. ആ ഒരു കോഡ് അതിന് നമ്മൾ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫൈനൽ CE ആണ് കണ്ടുപിടിക്കുന്നത്, = അത് നമ്മൾ എന്ത് ചെയ്തു, C1 ഗ്രേറ്റർ ദാൻ CE2 ആണെന്ന് നോക്കി, C1 ഗ്രേറ്റർ ദാൻ CE2 നോക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, CE3 ആയിട്ട് CE1 കമ്പയർ ചെയ്താൽ മതി, CE3 ആയിട്ട് CE1 കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തൊരു കണ്ടീഷണൽ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടുത്തത് ബ്രാക്കറ്റ് ഇട്ടു, കണ്ടീഷൻ എന്താണ്, CE1 ഗ്രേറ്റർ ദാൻ CE2 നോക്കി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ CE1 അല്ലെങ്കിൽ CE2. ഓക്കെ, ഇനി ഇതല്ല, അതായത് C1 ഗ്രേറ്റർ ദാൻ CE2 അല്ലെങ്കിൽ എന്താണ് പിന്നെ ചെക്ക് ചെയ്യേണ്ടത്, CE2 ആണ് അപ്പോൾ വലുത്. ഇനിയിപ്പോൾ CE2 CE3 തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ അതവിടെ കമ്പയർ ചെയ്തു, CE2 ഗ്രേറ്റർ ദാൻ CE3. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ CE2 ആണ് വലുത്, അല്ലെങ്കിൽ CE3 ആണ് വലുത് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത് നെസ്റ്റഡ് ഫോമിലാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക, ലോജിക് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസം. നേരത്തെ ചെയ്ത പോലെയല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ C1ഉം C2ഉം കമ്പയർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ആ C1 ആണ് ട്രൂ എങ്കിൽ C1ന്റെ കൂടെ C3 കമ്പയർ ചെയ്തു, എന്നിട്ട് അതിലേതാണ് വലുത് എന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഇനി അല്ല കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യണേ, C2 C3 നമ്മൾ കമ്പയർ ചെയ്തു, ഞാൻ അതിലേതാണ് വലുത് എന്നുള്ളത് അവിടെ കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.